ഞാൻ ബസ് ഓടിച്ചിട്ടുണ്ട്, ഇപ്പം ബസ് ഓടിക്കുന്നില്ല. നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും നാളെ വരുമ്പോഴത്തേക്കും എൻ്റെ തൊഴിലിനെയും ബാധിക്കും. ഇവർ തൊടുപുഴ വൈക്കം ഓടിക്കൊണ്ടെങ്കിൽ രായം ബസ്സുകാർ ഇതുപോലെ നാളെ ഇവരെല്ലാം നിർത്തുവാണെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാകും. നഷ്ടത്തിലേക്ക് പോകാൻ കഴിഞ്ഞ പ്രാവശ്യം നഷ്ടത്തിലേക്ക് പോയി തൊഴിലാളികൾക്ക് പോലും കൃത്യമായി പൈസ കൊടുക്കാൻ കഴിയാൻ എത്ര സമയമുണ്ട്. അവർ തല്ലിപ്പിടിക്കുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അതിൽ നിന്ന് കരകയറിയാണ് ഇപ്പം ഗണേഷ് കുമാർ മന്ത്രിയായിരുന്ന സമയത്ത് വീണ്ടും അത് കരകയറ്റിക്കൊണ്ടുവന്നു. അതുപോലെയുള്ള സ്ത്രീകൾക്ക് ഇത് നല്ലൊരു കാര്യമല്ലേ, ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാന്ന് പറയണത്. ഇത്രയും നാളത്തെ കാത്തിരിപ്പല്ലേ, ഏതെങ്കിലും ഒന്ന് ശരിയായാൽ മതിയായിരുന്നു. സ്വകാര്യ ബസ് ഇപ്പൊ തന്നെ നഷ്ടത്തിൽ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇനിയും ഒരു പ്രത്യേക ബാധ്യത വന്നുകൊണ്ടിരിക്കും. സ്വകാര്യ ബസിന്റെ ഇത് തീരും, അത്രേ ഉള്ളൂ. അല്ല, സ്ത്രീകളുടെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കിയിട്ട് അത്യാവശ്യത്തിന് മാത്രം യാത്ര ചെയ്യുവാണെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകുകയല്ല. ഇപ്പോൾ സൗജന്യമാണെന്ന് കാണുമ്പോൾ സ്ത്രീകളെല്ലാം ചുമ്മാ ചാടി കയറി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് സർക്കാരിന് നഷ്ടമുണ്ടാകും. ഇപ്പം സ്ഥിരമായിട്ട് എല്ലാവരും കയറിയല്ല. ഇപ്പം ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ആ സമയം നോക്കി പ്രൈവറ്റ് ബസ് ഉണ്ടെങ്കിൽ അവർ ആ ബസ്സിന് പോയല്ലേ. ഇപ്പം അല്ലാതെ ഉള്ളവരല്ലേ കയറുള്ളൂ. പിന്നെ ഒത്തിരി തിരക്ക് കാണുമോ, അങ്ങനെ കാണുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളെല്ലാം സ്ത്രീകളാണ്, നമുക്കെല്ലാ ആനുകൂല്യങ്ങൾ വേണം. പക്ഷെ അപ്പം അർഹിക്കുന്ന ആൾക്കാർക്ക് അത് കൂടുതൽ ഉപകാരമാകുന്ന രീതിയിൽ ഇതൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF ഉന്നത വിജയം കൈവരിച്ചതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്ന മറ്റൊന്ന് VD സതീശൻ സർക്കാർ നൽകിയിട്ടുള്ള ആ 12 ഉറപ്പുകളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അതോടൊപ്പം പെൻഷൻ 3000 കൂട്ടി കൊടുക്കും, പിന്നെ വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കടത്തുരുത്തിയാണ്. നമുക്ക് ആളുകളോട് തന്നെ നേരിട്ട് ചോദിക്കാം ഈ ഒരു ഉറപ്പും വാഗ്ദാനങ്ങൾ എത്രത്തോളം പാലിക്കപ്പെടുമെന്നും അവരതിനോട് എത്രത്തോളം യോജിക്കുന്നുവെന്നും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും. പദ്ധതി നല്ലതാണ്, സർക്കാരിൻ്റെ പദ്ധതി. കാരണം നമ്മളെപ്പോഴും ജനങ്ങൾക്ക് നല്ല സേവനങ്ങൾ കൊടുക്കുന്ന ഗവൺമെൻറ്റിനോടൊപ്പം തന്നെയാണ്, പ്രത്യേകിച്ച് UDF സർക്കാരിനോടൊപ്പം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം പദ്ധതി നല്ല വിജയകരമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും കൂടെ വിലയിരുത്തി വേണമല്ലോ പോകാനായിട്ട്. അപ്പോൾ അത് അർഹിക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ ഇത് ഉപകാരപ്പെടട്ടെ എന്ന്. ഞങ്ങളെല്ലാം സ്ത്രീകളാണ്, നമുക്കെല്ലാ ആനുകൂല്യങ്ങൾ വേണം. പക്ഷെ അപ്പം അർഹിക്കുന്ന ആൾക്കാർക്ക് അത് കൂടുതൽ ഉപകാരമാകുന്ന രീതിയിൽ ഇതൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ ആണുങ്ങൾ ഇത്രയും പേരുണ്ട്, ആണുങ്ങൾക്ക് ഒരു വിലയില്ല. വോട്ട് ചെയ്യാനും പിന്നെ ഇതിനു വേണ്ടി തല്ലി മേടിക്കാനും എല്ലാത്തിനും രാഷ്ട്രീയത്തിൽ ഇറങ്ങാനും എല്ലാ ആണുങ്ങളുണ്ട്. അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. പെണ്ണുങ്ങൾക്ക് എവിടെ വന്നാലും സീറ്റ് കൊണ്ട് ഒരു കുഴപ്പമില്ല. അത് ന്യായമായ പരിപാടി അല്ലല്ലോ. സമത്വമല്ല വേണ്ടിയത്. എല്ലാവരും ഒരുപോലെ കാണണം, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ കാണണം. അതാണ് ആണുങ്ങളും മാത്രം പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ടൊരു ഇത് കൊടുത്തിട്ടൊരു കാര്യവുമില്ല. അതെനിക്ക് പറയാനുള്ളൂ. പിന്നെ അത്ര നല്ല കാര്യം തന്നെയാണ്. തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ നടപ്പാക്കിയിട്ട് വിജയമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ഖജനാവിൽ കാശുമില്ല. KSRTC നഷ്ടത്തിൽ ഓടുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് സർക്കാരിനുണ്ടാവും. അത് തരണം ചെയ്യാൻ സർക്കാരിന് കഴിവുണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല അഭിപ്രായം തന്നെയാണ്. പക്ഷെ സാമ്പത്തികം ഒരു പ്രശ്നമായിട്ട് തന്നെ ബാധിക്കുന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, സ്ത്രീകളുടെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കിയിട്ട് അത്യാവശ്യത്തിന് മാത്രം യാത്ര ചെയ്യുവാണെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകുകയല്ല. ഇപ്പോൾ സൗജന്യമാണെന്ന് കാണുമ്പോൾ സ്ത്രീകളെല്ലാം ചുമ്മാ ചാടി കയറി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് സർക്കാരിന് നഷ്ടമുണ്ടാകും. അല്ലാതെ ആവശ്യങ്ങൾക്ക് മാത്രം യാത്ര ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ലാതെ പോകും. പൊതുവെ സന്തോഷം. പിന്നെ മാത്രമല്ല, പ്രൈവറ്റ് ബസ്സുകാരുടെ കാര്യത്തിലാണ് കുറച്ച് ഇത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ST കൊടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പ്രൈവറ്റ് ബസ്സിൽ. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മോശമായ ഒരു കാര്യമായി. നമ്മൾ ഈക്വാലിറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈക്വാലിറ്റി ഇല്ല. അതിനെന്താ തോന്നുന്നത്? അത് ശരിയാണ്, അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ്. എന്നാൽ ഈ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു കണക്ക് നോക്കിയാൽ നല്ല കാര്യമാണ്. പിന്നെ അത് നല്ലൊരു കാര്യമാണ്. സ്ത്രീകൾക്കൊക്കെ ഡെയിലി യാത്ര ചെയ്യണവർക്കൊക്കെ നല്ലൊരു ഉപകാരമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഇപ്പോൾ സ്ത്രീകൾ ബസ് കയറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പം സ്ഥിരമായിട്ട് എല്ലാവരും കയറിയല്ല. ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ആ സമയം നോക്കി പ്രൈവറ്റ് ബസ് ഉണ്ടെങ്കിൽ അവർ ആ ബസ്സിന് പോയല്ലേ. ഇപ്പം അല്ലാതെ ഉള്ളവരല്ലേ കയറുള്ളൂ. പിന്നെ ഒത്തിരി തിരക്ക് കാണുമോ, അങ്ങനെ കാണുമെന്ന് തോന്നുന്നില്ല. എനിക്ക് നല്ലതായിട്ടാണ് തോന്നണേ, നല്ല അഭിപ്രായം. അതുപോലെയുള്ള സ്ത്രീകൾക്ക് ഇത് നല്ലൊരു കാര്യമല്ലേ, ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാന്ന് പറയണത്. ഇത്രയും നാളത്തെ കാത്തിരിപ്പല്ലേ, ഏതെങ്കിലും ഒന്ന് ശരിയായാൽ മതിയായിരുന്നു.
അടുത്ത മാസം മുതൽ അപ്പോൾ 15-ാം തീയതി എന്നല്ലേ പറയണേ. കാത്തിരിക്കാം. സ്ത്രീകളെ സംബന്ധിച്ചുള്ള അവർക്ക് സൗജന്യ യാത്രയുടെ ഒരു ആവശ്യവുമില്ല. കാരണം അവർക്ക് സൗജന്യമല്ല ആവശ്യം, സംരക്ഷണം കൊടുക്കണം, അതാവശ്യം. അല്ലാണ്ട് സൗജന്യം കൊണ്ട് എന്താ ഇരിക്കുന്ന ഒരു പ്രയോജനവും ഇല്ലല്ലോ. കാരണം നല്ലൊരു ഏണിംഗ് മെമ്പർ ആയിരിക്കും. ഇപ്പോഴത്തെ സ്ത്രീകളെന്ന് പറഞ്ഞ ഒരു 70% ഏണിംഗ് മെമ്പേഴ്സാണ്. അല്ലാണ്ട് ജോലി ഇല്ലാത്തവരോ വരുമാനമില്ലാത്ത സ്ത്രീകളെന്ന് പറഞ്ഞ ഒരു 30% നമ്മുടെ സമൂഹത്തിലുള്ളൂ കേരളത്തെ സംബന്ധിച്ച്. കാരണം നല്ലപോലെ വിദ്യാഭ്യാസമുള്ള സ്ത്രീകളാണ് കൂടുതലും. അവരത് മാത്രമല്ല ഏൺ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന സ്ത്രീകളും അവർ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് സൗജന്യത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അതെങ്ങനെ കൊടുക്കുന്ന പറഞ്ഞാൽ വല്ല അസുഖങ്ങളുള്ളവർക്കോ അങ്ങനെയുള്ളവർക്കോ പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. കാരണം അവരുടെ വിദ്യാഭ്യാസം ഉയർന്നു വന്നാൽ ജീവിത നിലവാരം എപ്പോഴും വരും. അല്ലാണ്ട് സൗജന്യം കൊണ്ട് ഒരിക്കലും ഒരു മേൽനേട്ടം ഉണ്ടാകത്തില്ല. ഇത് കൂടുതൽ നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ അധികം പോകില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ KSRTC തന്നെ ഇപ്പം നഷ്ടത്തിലാണ്. പിന്നെ സൗജന്യം കൊടുത്താൽ അവർ കൂടുതൽ നഷ്ടത്തിലേക്ക് പോകും. പിന്നെ KSRTC നശിച്ചു പോകും. പ്രൈവറ്റ് ബസ് ഓണേഴ്സ് ഇല്ലേ അവരും പോകും. പിന്നെ എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ജനതയ്ക്ക് സ്വാഭാവികമായിട്ട് ഈ സൗജന്യത്തിനോട് എന്തെങ്കിലുമൊക്കെ സൗജന്യം കിട്ടുമ്പോൾ ഒരു ക്രൈസ് ഉള്ളതാണ്. അപ്പോൾ അവരത് മിസ്യൂസ് ചെയ്യും. മനസ്സിലായോ? നല്ല സാധനം വാങ്ങാൻ പോകാതെ എന്തെങ്കിലും ഒരു സൗജന്യം കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ വാങ്ങാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യുള്ളതാണ് എൻ്റെ അഭിപ്രായം. കേരളം ഈ പോണ വഴിക്ക് പോണത് നല്ലത്. അത് സ്ത്രീകൾക്ക് പ്രത്യേകമായ ഒരു സാഹചര്യം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേക ഗുണമുണ്ടൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നഷ്ടം വരുന്നത് പിന്നെയും നമ്മൾ സഹിക്കണ്ടേ. ഇത് പറയുമ്പോൾ ഈ വയോടത്ത് കൂടുമ്പോഴത്തേക്ക് ഇന്ന് വരുന്നത് നാളെ പൊക്കത്തിലേക്ക് വരികയല്ലേ. ആ പൊക്കത്തിലേക്ക് വരാണ്ട് ഒരു നോർമലായി പോവുകയാണെങ്കിൽ എല്ലാവർക്കും ഗുണം തന്നെയാണ്. അതുപോലെ ആണുങ്ങൾക്കില്ല സ്ത്രീകൾക്ക് മാത്രമൊന്നുമില്ല. നമ്മൾ വരുവാണെങ്കിൽ ചെയ്യേണ്ട ഞാനൊക്കെ വിദ്യാർത്ഥി സംഘടനയിൽ ഒത്തിരി സമരം ചെയ്തവനാണ്. ആ സമരം ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ ടയർ കുത്തിപ്പിടിക്കുകയും ചില്ലറിയും പൊടിയുകയും ചെയ്തിട്ടുണ്ട്. അന്ന് പിള്ളേർക്കായിരിക്കും ഇരിക്കേണ്ടത്. പിള്ളേർക്ക് ചെയ്താലോട് പിന്നെ ഗുണം വരുള്ളൂ. അതൊരു ഇപ്പം അങ്ങനെ വരുന്നില്ല. ഒരു കോളേജിലും വരുന്നില്ല. ഏതെങ്കിലും കോളേജ് വന്നിട്ട് ചരിത്രമുണ്ടോ? അപ്പം പുറകോട്ട് ചിന്തിക്കണം. അതാണ് റീവൈൻഡ് എന്ന് പറഞ്ഞൊരു ഭാഷ. നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പോഴത്തേക്കും പിന്നെ വരുന്നത് വേറെ വ്യത്യാസമാണ്. ഇന്ന് മുമ്പോട്ട് പോകും തോറും നാളെ വരുന്നത് വലിയ വലിയ ഭവിഷ്യത്തിലേക്ക് വരുന്നത്. ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം ഞാൻ ഒരു ഡ്രൈവറാണ്. ഞാൻ ബസ് ഓടിച്ചിട്ടുണ്ട്. ഇപ്പം ബസ് ഓടിക്കുന്നില്ല. നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും നാളെ വരുമ്പോഴത്തേക്കും എൻ്റെ തൊഴിലിനെയും ബാധിക്കും. ഇവർ തൊടുപുഴ വൈക്കം ഓടിക്കൊണ്ടെങ്കിൽ രായം ബസ്സുകാർ ഇതുപോലെ നാളെ ഇവരെല്ലാം നിർത്തുവാണെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാകും. അപ്പം തൊഴിൽ മേഖലകൾ എല്ലാവർക്കും വേണ്ടിയതാണ്. സർക്കാരിനെ കൊണ്ട് ഒരിക്കലും നടക്കില്ല എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ. അപ്പോഴത്തേക്കും ഈ തൊഴിൽ മേഖല വരുന്നതിന് ഒരു അനുയോജ്യമായ സെറ്റപ്പ് ഉണ്ടാക്കണം. അപ്പം ഒരു പ്രസ്ഥാനം നശിപ്പിച്ചുകൊണ്ട് വേറൊരു പ്രസ്ഥാനം വേണ്ട. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ മുൻ കാലഘട്ടങ്ങളിൽ എനിക്ക് 74 വയസ്സുള്ളൊരു മനുഷ്യനാണ്. മുൻ കാലഘട്ടങ്ങളിൽ ഒരുപാട് ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുകയും മറ്റുള്ള അനുഭവങ്ങൾ ഒത്തിരി ഉള്ളതാണ്. അപ്പോൾ ഓരോ കാലത്തും അതാത് കാലങ്ങളിലെ ഭരണകർത്താക്കൾ അതിനോടൊട്ടി നിൽക്കുന്ന, അതായത് ട്രാൻസ്പോർട്ടിലെ ജീവനക്കാരോട് കാണിക്കേണ്ട മാന്യത എന്ന് പറയും വെറും മാന്യതയല്ല, അവരുടെ സാലറി, അവരുടെ ആനുകൂല്യങ്ങൾ അതൊക്കെ സമയങ്ങളിൽ കൊടുക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പ്രൈവറ്റ് ബസ്സിൽ, അതായത് ഓർഡിനറി ബസ്സിന് ഒരു സ്ത്രീകൾക്ക് യാത്ര സൗജന്യ യാത്ര അനുവദിച്ചിട്ടുണ്ട്. അത് ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷേ അതിലേറ്റവും ഭംഗിയായി നടത്തേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തെ എങ്ങനെ കരുപ്പിടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഈ ഭരണസമിതി അംഗങ്ങൾ, അതായത് മുഖ്യമന്ത്രിയും MLA-മാരും മറ്റു മന്ത്രിമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എങ്കിൽ മാത്രമേ അവരുടെ കുടുംബങ്ങൾക്ക്, കാരണം കഴിഞ്ഞ ഭരണം തുടങ്ങിയ കാലഘട്ടത്തിൽ കുറേ പ്രാവശ്യം കൃത്യമായി പെൻഡിങ് വരികയും കൃത്യമായി കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. വേതനം അതിൻ്റെ പേരിൽ കഷ്ടപ്പെട്ടിട്ടുള്ള ഒത്തിരി കുടുംബങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഗണേഷ് കുമാർ മാറി വന്നു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും അതിനെ കരിപ്പിടിപ്പിക്കുകയും എല്ലാവർക്കും കൃത്യമായി സാലറി കൊടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തിരുന്നത്. അപ്പോൾ ചേട്ടാ, ഇതേപോലെ തന്നെ പുരുഷന്മാർക്ക് അപ്പോൾ ഇത് സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ പുരുഷന്മാർക്ക് അവിടെ ഒരു ഈക്വാലിറ്റി ഉണ്ട്. അത് വേറൊരു വശം. ഇപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ
ഉദ്ദേശിച്ചൊരു കാര്യമെന്ന് പറയുന്നത് മാക്സിമം സ്ത്രീകളുടെ വോട്ട് പിടിക്കുക എന്നുള്ളതായിരുന്നു. മാക്സിമം സ്ത്രീകളുടെ വോട്ട് പിടിച്ച് ഭരണത്തിലേറാനുള്ള ഒരു എന്താ പറയുന്നത് ഒരു സംവിധാനത്തിലാണ് അവർ ഈ ആനുകൂല്യം പുറപ്പെടുവിച്ചത്. പക്ഷെ അത് എല്ലാവരും ഓർത്തിരുന്നു, എല്ലാ ബസ്സിലും ഉണ്ടെന്നാണ് സ്ത്രീകൾ വിചാരിച്ചിരുന്നത്. ഇപ്പം ഇന്ന് 2-3 പേര് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ചിലപ്പോൾ ചേട്ടാ അത് പറ്റിക്കുമായിരുന്നു. ഇപ്പോൾ ഓർഡിനറി ബസ്സിൽ മാത്രം, അതെത്ര അകലങ്ങളിൽ പോകുന്നില്ലല്ലോ, അകലങ്ങളിൽ പോകുന്നില്ല. അപ്പോൾ ആ അകലങ്ങളിൽ പോകാത്ത ബസ്സിനൊരു യാത്രാ സൗകര്യം കൊടുക്കുക എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൊരു കാര്യം. അപ്പോൾ താൽക്കാലികമായി വോട്ട് പിടിക്കുക എന്നൊരു മാനദണ്ഡം മാത്രമേ ഈ ഭരണസമിതിക്കുണ്ടായിരുന്നു എന്നും എനിക്ക് പറയാനുള്ളത്. KSRTC അപ്പോൾ നഷ്ടത്തിലേക്ക് പോകാനും ഇതൊരു കാരണമാവും. പിന്നെ നഷ്ടത്തിലേക്ക് പോകാൻ കഴിഞ്ഞ പ്രാവശ്യം നഷ്ടത്തിലേക്ക് പോയി തൊഴിലാളികൾക്ക് പോലും കൃത്യമായി പൈസ കൊടുക്കാൻ കഴിയാൻ എത്ര സമയമുണ്ട്. അവർ തല്ലിപ്പിടിക്കുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അതിൽ നിന്ന് കരകയറിയാണ് ഇപ്പം ഗണേഷ് കുമാർ മന്ത്രിയായിരുന്ന സമയത്ത് വീണ്ടും അത് കരകയറ്റിക്കൊണ്ടുവന്നത്. അപ്പോൾ അത് വീണ്ടും ഇപ്പോൾ ഓടിപ്പോകുന്ന അതേ ലെവലിൽ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. KSRTC യാത്ര അനുഭവിക്കുന്നത് നല്ല കാര്യമാണ്. പിന്നെ ഒരുപാട് സ്ത്രീകളും അത് ദുരുപയോഗപ്പെടുത്തും, അതാണ് പ്രശ്നം. ആവശ്യമില്ലാതെ പല വഴിക്കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും, അതൊരു പ്രശ്നമുള്ളൂ. സ്വകാര്യ ബസ് ഇപ്പോൾ തന്നെ നഷ്ടത്തിൽ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇനിയും ഒരു കടുത്ത ബാധ്യത വന്നുകൊണ്ടിരിക്കും. സ്വകാര്യ ബസ്സിൻ്റെ ഇത് തീരും, അത്രേ ഉള്ളൂ. പുരുഷന്മാർ ഇനിയിപ്പം KSRTC ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും, അതുപോലെ തിരക്കായിരിക്കും. അവർ സ്വകാര്യ ബസ്സിനെ തന്നെ ആശ്രയിക്കേണ്ടി വരും. ചേച്ചി, അടുത്ത മാസം 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ ഫ്രീ ആയിട്ട് യാത്ര എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഉണ്ടല്ലോ. ചേച്ചി അറിഞ്ഞില്ല, എങ്ങനെയാ നോക്കിക്കാണുന്നത്? നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. ഉപകാരപ്പെടും. പക്ഷെ അതേസമയം എന്താ പറയുക, സ്ത്രീകൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഒരു കാര്യമില്ലല്ലോ. അതെ. എങ്ങനെ ചേച്ചി ഡെയിലി യാത്ര ചെയ്യുന്ന ആളാണോ? അതെ. അപ്പോൾ ഇനി മുതൽ അപ്പോൾ KSRTC മാത്രമായിരിക്കും ചൂസ് ചെയ്യാതാ? അങ്ങനെയില്ല, എപ്പോൾ പോകാൻ സൗകര്യം കിട്ടുമ്പോൾ അതിന് പോകും. ഇല്ലെങ്കിൽ താമസിച്ചാൽ ചിലപ്പോൾ അതിന് പോകാൻ പറ്റിയില്ല എന്നും വരും. അപ്പോൾ ഒരു നല്ല കാര്യമായിട്ടാണ് ചേച്ചി. അതെ. നല്ല ഇതാണ്, അത് നടത്തി കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഇതാണ്. പിന്നെ പുരുഷന്മാർക്കിടെ ഇത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് പാലിച്ച ഉത്തരവാദിത്തങ്ങൾ വരുമല്ലേ. സർക്കാരിനൊരു ബാധ്യത വരും ഇതിലൂടെ. അതെ. ഉണ്ട് ബാധ്യതകൾ വരുമല്ലോ, അത് വരാതിരിക്കില്ല. എന്നാന്ന് പറഞ്ഞാലും ബാധ്യതയാണല്ലോ അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അതിന് ഈ പൈസയുടെ ബുദ്ധിമുട്ടല്ല എല്ലാവർക്കും ഉള്ളത്. എന്ന് പറഞ്ഞ പോലെയുള്ള ഇത് സാമ്പത്തികം ജനങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രം ഇപ്പോൾ ഈ ഒരു സൗജന്യം ലഭിക്കുന്നതിനെ കുറിച്ച് എന്താ തോന്നുന്നത്? ഒരു കുഴപ്പമില്ല, അതിനെപ്പറ്റി അങ്ങനെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് കാര്യം കൊടുക്കുള്ളല്ലേ. അത്ര ഒരു നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് സർക്കാർ. നല്ല സർക്കാരാണ്, അതുപോലെ മുന്നോട്ട് പോയാൽ മതി, അത്രേ ഉള്ളൂ.